ഹലോ ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജെഇ പെർസെൻറ്റേജ് വേഴ്സസ് സ്കോർ ഡിസ്കസ് ചെയ്തു. സാധാരണ എന്നോട് വരാറുള്ളൊരു ചോദ്യം, താങ്കൾ കേരളത്തിന്റെ റിസൾട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ, ഇത്തവണ ഡിസ്കസ് ചെയ്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ. കേരളം ഇത്തവണത്തെ ജെഇ മെയിൻസ് എക്സാമിൽ എങ്ങനെയാണ് ഫെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാളും ബെറ്റർ ആണ് എന്നുള്ള ഒരുപാട് കമന്റ്സ് വന്നു. അപ്പോൾ അതിന് നമുക്ക് ഫാക്ച്വലി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഒരു ടേബിളാണ്. ഓക്കെ, കേരളത്തിലെ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 99% എബോവ് വന്നിട്ടുള്ള സെന്റേഴ്സിലുള്ള കുട്ടികൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഇത് ചിലപ്പോൾ എക്സാക്ട്ലി കറക്റ്റ് ആയിക്കോണമെന്നില്ല. ഇതിൽ പല ആൾക്കാരെയും ലൈക്ക് എൻ്റെ ഫ്രണ്ട്സാണ് നടത്തുന്ന പല ആൾക്കാരെയും എനിക്ക് അറിയാം. സോ ഡോണ്ട് ബി എന്താ പറയുക, ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടിയ ഡാറ്റ വെച്ച് ഞാൻ ചെയ്തതാണ്. ചില ആൾക്കാരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ചില ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റേഴ്സും അതേപോലെ തന്നെ വെബ്സൈറ്റൊക്കെ നോക്കിയിട്ട് കിട്ടിയ ഡാറ്റ വെച്ച്, നിങ്ങൾ തന്ന ഡാറ്റ വെച്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ബ്രില്യൻ പാല ഓഫ് കോഴ്സ് 235, കഴിഞ്ഞ വർഷം അവർക്ക് 176 ആയിരുന്നു. അപ്പോൾ സ്വാഭാവിക ചോദ്യം ഉണ്ടാവും, കഴിഞ്ഞ തവണത്തിനേക്കാളും ബെറ്റർ ആയിട്ട് കേരളം പെർഫോം ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഇല്ല. അതിനെന്താ കാരണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അടുത്ത സ്ലൈഡിൽ ഞാൻ പറയും. ഓക്കെ, അതേപോലെ തന്നെ ആകാശ് അറൌണ്ട് 13, സൈലം 6, യൂണിവേഴ്സൽ 3, എജുപോർട്ട് 3, അലൻ അറൌണ്ട് 17-18 ഉണ്ട് എന്നാണ് ഫോണിൽ വിളിച്ചപ്പോൾ മനസ്സിലായത്. ദർശന, ഏഗൺ, ഇനി വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടോ എന്നറിയില്ല. ഓൾ ദിസ് ആഡ് അപ് ടു അറൌണ്ട് 288 ഐ തിങ്ക്. ഓക്കെ, 288 അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാവുന്ന ഒരു കാര്യം, കേരളത്തിന് ഏകദേശം എത്ര കുട്ടികൾ 99% എബോവ് വാങ്ങിയിട്ടുണ്ട്? 300 കുട്ടികൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ വിത്ത് ദാറ്റ് അസംഷൻ ലെറ്റ്സ് ഗോ ടു അവർ നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, 300 കുട്ടികളാണ് കേരളത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാച്ച് കിടക്കുന്നത്. കഴിഞ്ഞ വർഷം 2023 സെഷൻ 1 എഴുതിയ ആളുകളുടെ എണ്ണം എത്രയാണ്? 8.2 lakhs ആണ്. ഇത്തവണ അത് എത്രയായി കൂടിയിട്ടുണ്ട്? 12.25 lakhs ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് എ 4 lakh ഇൻക്രീസ്. ആ 4 lakh ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 8 ലക്ഷത്ത് 12 ലക്ഷം എന്ന് പറഞ്ഞാൽ 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം എഴുതിനേക്കാളും ഈ വർഷം. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഹ്യൂജ് ഇൻഫ്ലോ ടു എഞ്ചിനീയറിംഗ്. ദാറ്റ്സ് വൺ തിങ്. ഓക്കെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണ 99% കഴിഞ്ഞ തവണ വാങ്ങുന്ന ഒരാൾക്ക് എത്ര റാങ്ക് വരിക? 8 ലക്ഷം ആൾക്കാർ എഴുതിയാൽ അവരുടെ റാങ്ക് 8000 വരും അല്ലേ? 99% വാങ്ങിയ 8000 വരും. ഇത്തവണ 99% വാങ്ങിയ എത്ര റാങ്ക് വരിക? 99% റാങ്ക് വരിക 12250 ആണ് അല്ലെ? കഴിഞ്ഞ തവണ 8.2 അല്ലേ? അപ്പൊ 8200 വരും. 8200 വരും. ഇത്തവണത് 12250 ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ 4000 റാങ്ക് ഷിഫ്റ്റ്. 4000 റാങ്കിന്റെ ഷിഫ്റ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്രില്യന്റ് പാലയിൽ നിന്ന് 176 കുട്ടികൾ ടോപ്പ് 8000 റാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തവണ 235 കുട്ടികൾ വന്നിട്ടുള്ള ടോപ്പ് 8000 റാങ്കിലല്ല. എത്ര റാങ്കിലാ? 12000 റാങ്കിലാണ്. ഓക്കെ, അപ്പോൾ പകുതി ആൾക്കാരുടെ എണ്ണം കൂടിയെങ്കിൽ, സി ലെറ്റ്സ് ഡു എ സിമ്പിൾ മാത്സ്. ഓക്കെ, 176 നമുക്ക് ഇപ്പോൾ ബ്രില്യന്റിനെ കണക്കാൻ എടുക്കാം, റൈറ്റ്? അവർക്ക് എന്നോട് പ്രത്യേകിച്ച് ലൈക്ക് ദർ വെരി ട്രാൻസ്പാരന്റ് ഇൻ റിസൾട്ട്സ്. 176 നിന്ന് അത് 8000 എന്ന് വിചാരിക്കുക. ഈ വർഷം 235 ആയി അല്ലേ? ആക്ച്വലി ആളുകളുടെ എത്ര കൂടി? +50% കൂടി അല്ലേ? 8 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമായി മാറി. അപ്പൊ ഇവിടെ ഇതിന്റെ പകുതി കൂടിയിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ 176ന്റെ പകുതി 88 അല്ലെ? അപ്പൊ ആക്ച്വലി അതിനനുസരിച്ച് പ്രപ്പോർഷനിലേക്ക് കൂട്ടണമെങ്കിൽ എത്ര ആവണം? 260 ആവണം. 260 ആയോ? ഇല്ല, 235 ആയിട്ടുള്ളൂ. വാട്ട് ഡസ് ദാറ്റ് മീൻ? നമ്മൾ ആക്ച്വലി പിന്നെയും താഴോട്ടാണ്. വീണ്ടും താഴോട്ടാണ് പോകുന്നത് ആക്ച്വലി പെർ റിസൾട്ട്സ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിനും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അറൌണ്ട് 300 അല്ലെ? ഞാൻ പറഞ്ഞു 399% ഫ്രം കേരള ദിസ് ഇയർ. ദാറ്റ് മീൻസ് 300/12250 റാങ്കിൽ 300 കേരളൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് കേരളൈറ്റ്സ് ടോപ്പിൽ വന്നിട്ടുണ്ട്? 2.4% വന്നിട്ടുണ്ട്. 2.4%. കേരളത്തിൽ എത്ര ആസ്പിറൻസ് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? കേരളത്തിൽ നിന്ന് ഏകദേശം 48,000 ആളുകൾ ജെഇ മെയിൻസ് സെഷൻ 1 എഴുതിയിട്ടുണ്ട്. 48,000 ആളുകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2.4% മതിയോ ഈ 48,000 എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ആ കണക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കണക്കാണ് നമ്മുടെ മെയിൻ. 48,000 ആസ്പിറൻസ് ഫ്രം കേരള. എത്ര ആളുകളിൽ നിന്ന്? 12,25,000 ആൾക്കാർ. എത്ര ശതമാനം? അതായത് ടോട്ടൽ ആസ്പിറൻസിന്റെ 39%, 3.9%, 3.9% എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ്. 3.9%. ടോട്ടൽ ടോപ്പേഴ്സിന്റെ, അതായത് ടോട്ടൽ 12,250 റാങ്ക് വന്നതിന്റെ 300 ആളുകളെ കൂട്ടിയാൽ എത്ര ടോപ്പേഴ്സാ കേരളത്തിൽ നിന്നുള്ള? 2.4%. ദർ ഇസ് എ ക്ലിയർ ഗ്യാപ്പ് ഓഫ് വാട്ട്? 1.5% അല്ലേ? 3.9% കുട്ടികളെ എഴുതുന്നതിൽ ടോപ്പേഴ്സ് ആയിട്ട് എത്ര വന്നിട്ടുള്ളൂ?
2.4% വന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ്. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. കാരണം എന്താ, ടോട്ടൽ ആസ്പിറൻസിന് നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 99% കിട്ടിയ ആൾക്കാർ എണ്ണയും കൂടിയിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ കഴിഞ്ഞ തവണയിൽ നിന്ന് പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പ്രത്യേകിച്ചൊന്നും മുന്നോട്ട് പോയിട്ടില്ല. സോ ലാസ്റ്റ് ഇയർ വേഴ്സസ് ദിസ് ഇയർ വാട്ട് ഹാപ്പൻ, മോർ ആസ്പിറൻസ് കെയിം. അതിനനുസരിച്ചുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടായില്ല. ലെറ്റ് മീ കട്ട് സ്ട്രേറ്റ് ടു ദ അതർ പോയിന്റ്, റൈറ്റ്? ഇത്തവണത്തെ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് എസ്പെഷ്യലി ഈസിയർ ആയിരുന്നു. ഞാനിപ്പോൾ ഇപ്പോഴും ഒരു കെമിസ്ട്രി ടീച്ചറോട് സംസാരിച്ച് വരികയായിരുന്നു, റൈറ്റ്? ദർ ഇസ് എ മോർ ചാൻസ് ടു നീറ്റ് ആസ്പിറൻസ് ടു. ഇത്തവണ കേരളത്തിൽ നിന്ന് വന്ന ടോപ്പ് 300 ആളുകളിൽ ഐ തിങ്ക് എ ഗുഡ് നമ്പർ ഓഫ് ദം ആർ നീറ്റ് ആസ്പിറൻസ്. ഡു യു അഗ്രി ഓർ നോട്ട്? നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, കേരളത്തിൽ 99% വാങ്ങിയാൽ നല്ലൊരു നമ്പർ എസ്പെഷ്യലി നീറ്റ് ആസ്പിറൻസ് ഉണ്ട്. കാരണം എന്താ, ഫിസിക്സ് കെമിസ്ട്രി പേപ്പേഴ്സ് അവർക്ക് കൂടി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആയപ്പോൾ മാത്സ് കഴിഞ്ഞ തവണത്തെ പോലെ ടഫായിരുന്നുകൊണ്ട് ദേ ഹാവ് സ്കോർഡ് വെൽ. ഇപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ലൈക്ക് കോച്ചിങ് ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരുടെയും സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് നീറ്റ് ആസ്പിറൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ജെയ്ക്ക് 95% എബോവ് വാങ്ങിയിട്ടുണ്ട്, 99% എബോവ് വാങ്ങിയ ആൾക്കാരും ഉണ്ടാവും, റൈറ്റ്? സോ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല, നമ്മൾ വീണ്ടും താഴോട്ടാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ദിസ് ഈസ് ദ റിയാലിറ്റി, ദിസ് ഈസ് ദ ഹാർഡ് ട്രൂത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, വൈ വി ആർ ബാക്ക്വേർഡ്, ദർ ആർ n നമ്പർ ഓഫ് റീസൺസ്. ഞാൻ പല വീഡിയോയിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒന്ന്, നമ്മുടെ സിലബസ് മോശമാണ്, നമ്മുടെ കുട്ടികൾ ആ ഒരു കോമ്പറ്റീഷന് അപ് ടു ഡേറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് അവർക്കൊരു സ്കൂൾ ലെവലിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ നേരത്തെ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ആക്ച്വലി വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. നമുക്ക് ബേസിക്കലി നല്ലൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഇല്ല, അല്ലെങ്കിൽ അത്തരം ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ വളരെ ചുരുക്കം ആളുകളല്ലാതെ ആക്ച്വലി അതിനൊരു എഫേർട്ട് ഇടുന്നില്ല. എവരി വൺ ഈസ് ബിഹൈൻഡ് റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ്. എൻട്രൻസ് ഇൻഡസ്ട്രിയിലെ ഒരാൾ ആദ്യമായി കാലെടുത്ത് വെക്കുമ്പോൾ എന്താ തുടങ്ങുക, ആദ്യം റിപ്പീറ്റേഴ്സ് ബാച്ച് തുടങ്ങും, പിന്നെ +1 +2 തുടങ്ങും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലായി, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ എക്സാം വൈ ഒക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ചത് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം 8 to 10th ഓർ 6 to 10th. ആ രീതിയിൽ നല്ല ബേസ് ഉള്ള കുട്ടികളെ ഉണ്ടാക്കി വിട്ടിട്ട് ദെൻ ലെറ്റ് ദം സ്കോർ വാട്ട് എവർ ദേ വാണ്ട്, റൈറ്റ്? അങ്ങനെയാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളത്. സോ ഈ ഒരു എന്താ പറയുക, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവണം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മെന്റാലിറ്റി മൂലവും നമ്മുടെ സിലബസിലെ ബാക്ക്വേർഡ്നെസ്സും നമ്മുടെ മാത്തമാറ്റിക്സിന്റെ നമ്മുടെ ഒരു വീക്ക്നെസ് ഒക്കെ മൂലമാണ് നമ്മൾ ആക്ച്വലി ബാക്ക്വേർഡ് ആയിട്ടുള്ളത്. ഓക്കെ, ബട്ട് വാട്ട്സ് ഗോയിങ് ടു കം ഈസ് റിയലി അമേസിംഗ്. കഴിഞ്ഞ തവണ 8 ലക്ഷം ആൾക്കാർ നീറ്റ് എഴുതിയിരുന്നു, സോറി, ഇത്തവണ 12 ലക്ഷം ആൾക്കാർ എഴുതിയിരുന്നെങ്കിൽ എന്തായാലും കാരണം ദർ ആർ ലോട്ട് ഓഫ് ടെക് വേർഡ്സ് ബൂമിങ്, റൈറ്റ്? IoT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, ന്യൂറൽ നെറ്റ്വർക്സ്, ഗ്രീൻ എനർജി എന്ന് തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആ. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗ് സ്പേസിലോട്ട് പോകുന്ന ആളുകൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മേ ബി 4 വർഷങ്ങൾക്കപ്പുറം എന്താവുന്നുള്ളത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വിത്ത് ദ അഡ്വെന്റ് ഓഫ് AI. ബട്ട് എസെൻഷ്യലി AI പോലത്തെ ഒരു ബൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി കമ്മിങ് ഇൻ ടു എക്സിസ്റ്റൻസ് ഫോർ എഞ്ചിനീയറിംഗ്. സോ വി ഷുഡ് മിസ് ദ ബസ്. നമ്മൾ ആ ബസ് മിസ്സാക്കരുത്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചാത്തൻ പ്രൈവറ്റ് കോളേജ് പോകുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ്, 1000 times ബെറ്റർ ആണ് നമ്മളൊരു IIT-ലോ NIT-ലോ പോയി പഠിക്കുക എന്നുള്ളത്. സോ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള ചാൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സൊല്യൂഷൻ ഈസ് വെരി സിമ്പിൾ. നമ്മുടെ ഒരു ബോർഡ് എക്സാമിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാംസിന്, JEE പോലത്തെ എക്സാംസിന് പ്രാമുഖ്യം കൊടുക്കുന്ന രീതിയിലോട്ട് നമ്മൾ മാറുക. എനിക്ക് 2-3 സൊല്യൂഷൻസ് പറയാനുണ്ട്. ഒന്ന്, ഇഫ് യു ആർ എന്താ പറയുക, ഹൈസ്കൂൾ പാരന്റ്, ഒരു ക്ലാസ് 6 to 10 ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ X&Y offers a foundation program. We have like around 1500+ students, അമേസിംഗ് സ്റ്റുഡൻസ് ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാൻ താഴെ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ, യു വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ ക്ലാസ് 6 to 10 ഫോർ നെക്സ്റ്റ് ഇയർ. അതേപോലെ നിങ്ങളൊരു അത്തരത്തിലൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ഇത് എന്താ പറയുക, നമ്മൾ വളരെ ആലോചിച്ചുണ്ടാക്കിയ ഒരു കരിക്കുലാണ് X&Y സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ഒരിക്കലും ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരെ ഒരു JEE കോച്ചിങ് തുടങ്ങിയില്ല? ഈ ചാനലിൽ എന്നോട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് നേരെ ഒരു JEE കോച്ചിങ്, ഒരു JEE റിപ്പീറ്റർ ബാച്ച് സാറിന് തുടങ്ങിക്കൂടെ എന്നുള്ളത്. ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അവിടെ മേ ബി നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ ഫീസ് നിങ്ങൾ തരും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഫീസ് നിങ്ങൾക്ക് തരും, അത് വാങ്ങാം. പക്ഷേ നിങ്ങൾക്ക് JEE കിട്ടാൻ പോകുന്നില്ല. ഞാൻ വന്ന് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് JEE കിട്ടാൻ പോകുന്നില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ വന്ന് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് JEE കിട്ടാൻ പോകുന്നില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി ഓഫ് JEE റിപ്പീറ്റിംഗ്. ഇറ്റ്സ് ലൈക്ക് ആർക്കും കിട്ടില്ല എന്നല്ല, ഇറ്റ്സ് നോട്ട് ഫോർ മാസസ്. ഓക്കെ, അവിടെ എനിക്ക് പറയാനുള്ളത് അതാണ്. താഴെ തട്ടിൽ നിന്ന് നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. അതിന് വേണ്ടിയിട്ടാണ് X&Y പോലത്തെ പ്ലാറ്റ്ഫോംസ് നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ജോലിയുടെ ഇടയിലും നമ്മുടെ മറ്റു കാര്യങ്ങൾക്കിടയിലും
എന്താ പറയുക, അപ്പുറത്ത് 1,00,000 രൂപ ഫീസ് വാങ്ങുന്ന കോഴ്സസ് ഒഴിവാക്കി 15,000 രൂപ ഫീസ് വാങ്ങുന്ന കോഴ്സ് നമ്മൾ ഉണ്ടാക്കാൻ കാരണം എന്താ? ഇറ്റ്സ് ദ ആക്ച്വൽ തിങ്. അതാണ് ആളുകൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു 11th 12th ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രാമുഖ്യം കൊടുക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ ആക്ച്വലി കോമ്പറ്റേറ്റീവ് എക്സാം, JEE പോലത്തെ എക്സാംസിന് നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുക. 12th സ്റ്റാൻഡേർഡിലോട്ട് ഇനി പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഓരോ ദിവസവും 11th ഒരു ചാപ്റ്റർ എങ്കിലും എൻട്രൻസ് ഓറിയന്റഡ് ആയി പഠിക്കുക, JEE ഓറിയന്റഡ് ആയി പഠിക്കുക. 11th പഠിക്കുന്ന മക്കളാണ്, 11th പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോർഡ് എക്സാമിൽ വഞ്ചിതരാവില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ 10th എക്സാം കഴിഞ്ഞ ഉടനെ യു ജസ്റ്റ് ഹാവ് 1.5 years. ജനുവരിയിൽ നിങ്ങൾ അടുത്ത +2 ബോർഡ് എക്സാം എഴുതുന്നതിന് മുമ്പ് എന്ത് വരും? നിങ്ങൾക്ക് ഈ എക്സാം വരും എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾ റെഡി ആവുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ. ആക്ച്വലി വി ആർ ഗോയിങ് ഡൗൺ ആൻഡ് എന്താ പറയുക, നമുക്ക് ആക്ച്വലി നല്ലൊരു ഫ്രെയിംവർക്ക്, നല്ലൊരു ഒരു പ്ലാൻ വേണം നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉറപ്പാക്കണമെങ്കിൽ. ഓക്കെ, താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുക. ആൻഡ് ഐ തിങ്ക് ദിസ് വീഡിയോ ഷുഡ് റീച്ച് മോർ ആൻഡ് മോർ പീപ്പിൾ. കൂടുതൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട്ട് ഈ വീഡിയോ കൂടുതൽ എത്തണം. നിങ്ങൾ കൂടുതൽ ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ കൂടുതൽ കമന്റ്സ് ആഡ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആഡ് ചെയ്യുക, സോ ദാറ്റ് ദിസ് റീച്ചസ് മോർ ആൻഡ് മോർ പീപ്പിൾ. ഓക്കെ, താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.